കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. ഇനിയും ആളുകളെ മുണ്ടക്കൈ ഭാഗത്തേക്ക് കൂടി തെരച്ചിൽ നടത്തുന്നതോടെ കൂടുതൽ ആളുകളിലേക്ക് എത്താനാകും. ഇപ്പോൾ തന്നെ 250-ലധികം ആളുകളെ കാണുന്നില്ല എന്നുള്ള പരാതികളുണ്ട്. അതിനനുസരിച്ചുള്ള തെരച്ചിലായിരിക്കും അവിടെ നടത്തുക. സാജിദ് അജ്മൽ ചേരുന്നുണ്ട്. സായിദ്, ഈ കേരളം കണ്ട മഹാദുരന്തങ്ങളിലൊന്ന് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ. അവിടെ ഏറ്റവും അവസാനമായി നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി നടക്കുന്ന കാര്യം ഈ പാലം നിർമ്മാണം തന്നെയാണ്. അത് അവസാന ഘട്ടത്തിലേക്ക് എത്തി ഉച്ചയ്ക്ക് മുമ്പായി പൂർത്തീകരിക്കും എന്നൊക്കെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏത് ഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത്? ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യാനുള്ളത്? ധന്യ, കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തമായി ഈ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ മാറുകയാണ്. ഇതിന്റെ രക്ഷാപ്രവർത്തനം അതിന്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് നമുക്ക് പറയാം. കാരണം ഈ പാലം നിർമ്മാണം, ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ അത് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും. ബെയിലി പാലം വരുന്നതോട് കൂടിയുള്ള ഒരു നേട്ടം എന്ന് പറയുന്നത് കൂടുതൽ സാമഗ്രികൾ അങ്ങോട്ട് വേഗത്തിൽ എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഈ മുണ്ടക്കൈയിലേക്ക് ചൂരൽമലയിൽ നിന്നുള്ള ഏക സഞ്ചാര മാർഗം എന്നുള്ളത് ഈ പാലമായിരുന്നു. ഈ പുഴയ്ക്ക് നടുവിലുള്ള പാലമായിരുന്നു. അതാണ് പൂർണ്ണമായും ഒലിച്ചു പോയത്. ഇതോടുകൂടി ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ ഈ മുണ്ടക്കൈ ഭാഗം പൂർണ്ണമായി ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലായി. ഈ ഞങ്ങൾ വന്നത് മുതലും കഴിഞ്ഞ ദിവസം എല്ലാം തന്നെ ഈ ഒരു പട്ടിക്കുട്ടിയെ ഇവിടെ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഈ ആരെങ്കിലും നേരത്തെ വളർത്തിയിരുന്നതാകാം, ആ വീട് തകർന്നതാകാം. ഇങ്ങനെ ഈ ആളുകളെ ചുറ്റിപ്പറ്റി ഈ പട്ടിക്കുട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതുപോലെ നിരവധി വളർത്തുമൃഗങ്ങളാണ് ഉള്ളത്. നമുക്ക് ഈ വളർത്തുമൃഗങ്ങളും അതുപോലെ തന്നെ ഈ വന്യമൃഗങ്ങളും ഈ ചത്തു കിടക്കുന്ന ഒരു കാഴ്ചയും പല സ്ഥലത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ബെയിലി പാലത്തിന്റെ നിർമ്മാണത്തിനായി അതിന്റെ പണികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന അതിന്റെ ഭാഗമായി ഈ ലോറിയിൽ നിന്ന് സൈനിക ഉദ്യോഗസ്ഥർ വലിയ ഇരുമ്പ് റാഡുകൾ ഇറക്കുകയാണ്. ബെയിലി പാലത്തിന്റെ നിർമ്മാണം ഉച്ചയോടുകൂടി പൂർത്തിയാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ അതിന്റെ രണ്ട് ഭാഗത്തെയും കൈവരി ഉള്ള ഭാഗത്തിന്റെ പണി ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. ഇനി പ്ലാറ്റ്ഫോമുകൾ കൂടി സ്ഥാപിക്കണം. ആ പ്ലാറ്റ്ഫോമുകളിലൂടെ വളരെ എളുപ്പത്തിൽ ഈ വാഹനങ്ങൾ ഓടിച്ചു പോകാനും JCB ഉൾപ്പെടെയുള്ള ഓടിച്ചു പോകാനും അതുപോലെ തന്നെ ആളുകളെ നടത്തിക്കൊണ്ടുവരുന്നതിനും കഴിയും. ഈ ബെയിലി പാലത്തിന്റെ ഒപ്പം തന്നെ ഒരു നടപ്പാലം, അതേ രീതിയിലുള്ള ഒരു നടപ്പാലം കൂടിയുണ്ട്. ഇന്നലെ എല്ലാം തന്നെ ഉണ്ടായിരുന്നത് ഈ കവുങ്ങ് കൊണ്ടും മറ്റും നിർമ്മിച്ച ഒരു നടപ്പാലമായിരുന്നു. ഈ നടപ്പാലത്തിലൂടെ ഈ ആളുകൾക്ക് നടക്കുക തന്നെ പ്രയാസമാണ്. ഈ വെള്ളം വലിയ തോതിൽ വരുന്നതോടുകൂടി അവിടെ ഈ ആളുകൾ പെട്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ഒഴിവാക്കുക കൂടിയാണ് ഈ ബെയിലി പാലത്തിന്റെ അതേ രീതിയിലുള്ള ഒരു നടപ്പാലം കൂടി നിർമ്മിക്കുന്നതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. അതിന്റെ പണികളും അവസാന ഘട്ടത്തിലാണ്. ഇന്ന് രക്ഷാപ്രവർത്തകർക്ക് അതുവഴി അങ്ങോട്ട് പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളും അതുവഴി തന്നെ ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് അല്പസമയത്തിനുള്ളിൽ കയറും. അവിടുത്തെ ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്, അതുപോലെ തന്നെ സങ്കടപ്പെടുത്തുന്നതാണ്. നിരവധി ആളുകൾ ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. വലിയ വലിയ വീടുകൾ തകർന്ന് മണ്ണിനടിയിലാണ്. 7-8 അടി താഴ്ചയിലാണ് ഓരോ വീടുകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വലിയ സാമഗ്രികൾ ഉപയോഗിച്ച് മാത്രമേ ഇത് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഈ സൈന്യത്തിന്റെ ഈ പ്രത്യേക പരിശീലനത്തിലൂടെയാണ് അവർ ഈ വലിയ ഇരുമ്പ് തണ്ട് 6 ഉദ്യോഗസ്ഥർ ചേർന്ന് കൊണ്ടുപോകുന്നത്. അതും തോളിലേറ്റിയല്ല, കൈയിൽ പിടിച്ചിങ്ങനെ കൊണ്ടുപോകുന്നത് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നു. സൈന്യത്തിന് ബാംഗ്ലൂരിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് വിങ് ആണ് ഈ പാലം നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പണികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. സാജിദ്, ഇവിടെ ഈ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ എന്തൊക്കെ സാമഗ്രികൾ, അതായത് യന്ത്രങ്ങൾ അങ്ങോട്ട് എത്തിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്? ഇതിന്റെ ഒരു ബലം അതെങ്ങനെയാണ്? കൂടുതൽ JCBകളും ഒക്കെ അങ്ങോട്ട് എത്തിക്കേണ്ടതുണ്ട്. കാരണം അവിടെ ഈ മണ്ണിൽ അടിഞ്ഞു പോയവരെ, ഇല്ലെങ്കിൽ ഇതിന് ഉള്ളിൽ പെട്ടുപോയ ആളുകളെയൊക്കെ രക്ഷിക്കാൻ ഇന്നലെ മനുഷ്യന്മാർക്ക് അവിടെ സാധിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു നോക്കി. പക്ഷേ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയും ഈ കട്ടറുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് നോക്കിയെങ്കിൽ പോലും
പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം JCB ഒക്കെ എത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനൊക്കെയുള്ള തയ്യാറെടുപ്പാണോ? അവിടെയുള്ള, അതായത് മുണ്ടക്കൈയിലുള്ള ഇന്നത്തെ തെരച്ചിലുകൾ ഏത് രീതിയിലായിരിക്കും? കൃത്യമായിട്ടൊരു പ്ലാൻ, എവിടെയൊക്കെയാണ് ഈ വീടുകൾ ഉണ്ടായിരുന്നത്, മറ്റ് പാടികൾ ഉണ്ടായിരുന്നത് എന്നതിലേക്കൊക്കെ എത്തി ആ ഭാഗങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കാനാണോ ഇപ്പോൾ ഈ രക്ഷാ സൈന്യം ലക്ഷ്യമിടുന്നത്? ധന്യ, ബൈലി പാലം വന്നാലുള്ള ഏറ്റവും വലിയ നേട്ടം എന്നുള്ളത് ചെറിയ ഹിറ്റാച്ചുകൾ അങ്ങോട്ട് എത്തിക്കാമെന്നുള്ളതാണ്. ഇപ്പോൾ വലിയ ഈ ഹിറ്റാച്ചുകൾ ആണ് അങ്ങോട്ട് ഈ പുഴ മുറിച്ച് കടന്ന് പോയിട്ടുള്ളത്. പക്ഷെ അത് എല്ലാ ഇടത്തേക്കും അത് പോകുക സാധ്യമല്ല. ഈ ചെറിയ ഹിറ്റാച്ചുകളാണെങ്കിൽ ഈ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ കോൺക്രീറ്റ് കട്ടിംഗ് ഉപകരണങ്ങൾ ആളുകൾ ഇന്നലെ കൈവശം കൊണ്ടുപോയത് വളരെ കുറച്ചാണ്. അത് കൂടുതലായി ഈ വാഹനങ്ങളിലും സൈനിക വാഹനങ്ങളിലും മറ്റും എത്തിക്കാൻ കഴിയും. അങ്ങനെ പ്രവർത്തനം വേഗത്തിലാകും. അതോടൊപ്പം തന്നെ അവിടെ മുണ്ടക്കൈ, പുഞ്ചിരിമല തുടങ്ങിയ ഭാഗങ്ങളിൽ ഇപ്പോഴും നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയാണ്. അതായത് മണ്ണിനടിയിൽ പെട്ടുകിടക്കുകയാണ്. ഈ ആളുകളെ പുറത്തെടുക്കുക എന്നുള്ളതാണ്. ഈ ആളുകൾ നമുക്ക് അവര് ജീവനോടെ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തമല്ല. അതിനുള്ള സാധ്യത കുറവ് ആണ് താനും. അങ്ങനെയാണെങ്കിൽ ഈ മൃതദേഹങ്ങൾ എടുക്കുവാനും ഉള്ള സംവിധാനങ്ങൾ ഉണ്ട്. ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് ഈ JCB മറ്റും ഉപയോഗിച്ചുള്ള തിരച്ചിൽ, മനുഷ്യർ അവരുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ കൊണ്ടുള്ള തിരച്ചിൽ എന്നിവയുണ്ട്. ഇത് കൂടാതെ ഈ സൈന്യത്തിൻ്റെയും പോലീസിൻ്റെയും ഡോഗ് സ്ക്വാഡും പ്രവർത്തിക്കുന്നുണ്ട്. ഇത് രണ്ട് തരം ഈ പരിശീലനം ലഭിച്ച ഈ നായകളാണ് ഉള്ളത്. ഒന്ന്, ഈ മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ ഉണ്ടെങ്കിൽ അത് നിശ്ചിത അളവിന് താഴെ അല്ലെങ്കിൽ ഈ മണം പിടിച്ച് ഇതിൻ്റെ പരിശീലകർക്ക് ഇതിന്റെ സൂചനകൾ നൽകും. മറ്റൊന്ന്, ജീവന്റെ തുടിപ്പ് ഏതെങ്കിലും സാഹചര്യത്തിൽ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള പരിശീലനം ലഭിച്ച നായകളുമാണ് ഈ സംഘത്തിൽ ഉള്ളത്. ഇതുകൂടാതെ ഇനി ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കൊണ്ട് ഈ മണ്ണിനടിയിൽ ആളുകൾ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുള്ള സംവിധാനം നമ്മൾ നേരത്തെ അങ്കോളയിൽ അർജുനായി തിരച്ചിൽ നടത്തിയ സമയത്ത് ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിലെല്ലാം നടത്തിയിരുന്നു. മുൻ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള, പാലക്കാട് സ്വദേശി ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹായം സർക്കാർ തേടിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളും നടക്കും. പരമാവധി വേഗത്തിൽ ഈ രക്ഷാപ്രവർത്തനം, ആളുകളെ പുറത്തെത്തിക്കൽ നടത്തുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ രക്ഷാ ദൗത്യ സംഘം അങ്ങോട്ട് കയറും. അവരോടൊപ്പം നമ്മളും അങ്ങോട്ട് കയറുകയാണ്. ഇന്ന് ഈ പ്രധാനപ്പെട്ട ഈ ചില സന്ദർശനങ്ങൾ ഇവിടെയുണ്ട്. മുഖ്യമന്ത്രി ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തും. കൽപ്പറ്റയിൽ വെച്ചാണ് ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചിട്ടുള്ളത്. സർവകക്ഷി യോഗത്തിൽ നിലവിലെ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ മുഴുവനായൊരു വിലയിരുത്തൽ ഉണ്ടാകും. അതോടൊപ്പം ആളുകൾക്കുള്ള ചില പരാതികളുണ്ട്. അത് പ്രതിപക്ഷ MLA-മാരും MP-മാരും മറ്റും ഉന്നയിക്കാനുള്ള സാധ്യതയുമുണ്ട്. രാഹുൽ ഗാന്ധിയും ഇന്ന് വയനാട്ടേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം ഈ ദുരന്ത മേഖലയിൽ എത്തില്ല. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു പക്ഷേ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടി വരുമോ എന്ന ഒരു ആശങ്കയുണ്ട്. അതുകൊണ്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ രീതിയിൽ ഇന്ന് പല ഭാഗത്തായി തെരച്ചിൽ നടക്കും. ഈ പുഞ്ചിരിമലയിലും മുണ്ടക്കൈ ഭാഗത്തും ഈ പരമാവധി ഈ JCB-കളും മറ്റും എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിലും മനുഷ്യരുടെ തിരച്ചിലും നടക്കും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരച്ചിൽ നടക്കുന്ന ഭാഗം എന്ന് പറയുന്നത് വില്ലേജ് റോഡിലാണ്. വില്ലേജ് റോട്ടിൽ വലിയ തോതിൽ മരങ്ങൾ വന്ന് അടിഞ്ഞ് അവിടെ കുന്നുകൂടി കിടക്കുകയാണ്. ഇത് മാറ്റുന്നതോടുകൂടി കൂടുതൽ ആളുകൾ അതിനടിയിൽ നിന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് കൂടാതെ മഴ വെല്ലുവിളിയാവുന്നുണ്ടോ?